അയ്യോ ആറാട്ടെണ്ണൻ വീഡിയോ ഇട്ട് കളിക്കുക. എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നേ. ഇപ്പോഴത്തെ സാധനം എന്താ? ഞാൻ കള്ളവടി കഴിക്കാൻ പോയിട്ടുണ്ടാ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കള്ളവടി വെക്കുന്നതാ. കല്യാണം കഴിച്ചത് ഞാൻ കള്ളവടി വെക്കത്തില്ല. പിന്നെന്താ പ്രശ്നം? തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരം അടിപൊളിയാ. തിരുവനന്തപുരം വരെ പോയിട്ടുണ്ടെന്ന്. തിരുവനന്തപുരം അല്ലണ്ണ, കേരളം മുഴുവനും വിദേശ രാജ്യങ്ങളിലും എല്ലായിടത്തും പോകാറുണ്ട്, പ്രത്യേകിച്ച് കള്ളവടി വെക്കാൻ. പിന്നെ വേറെന്താ പറഞ്ഞ, ബാലട എന്ന പൈസ മേടിക്കാൻ ശ്രമിച്ചോ? ആറാട്ടനെ തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ടു. കട്ടക്കലിപ്പിൽ ആറാട്ടൻ 2 hours ago. ഇതെന്താ സംഭവം നോക്കട്ടെ. പരസ്യോ? അടുത്ത ആഴ്ച കേക്ക് കഴിഞ്ഞ വന്നില്ല. ഈ ആഴ്ചയും വലിയ റിലീസ് ഇല്ല. അടുത്ത ആഴ്ച ഇടയ്ക്ക് ജസ്റ്റ് കയറിയതാണ്. മണ്ടൻ ചെലുത്താൻ പാർട്ട് 2 ഐക്യം മെഷർ ചെയ്യാം. ആർക്കും ബുദ്ധിയില്ല, മാത്രമാണ് ബുദ്ധിമാന്ന് പറയുന്ന ചേട്ടാണ്ട് ഐക്യു. ചേട്ടാ ഒരു മെൻഷാ ടെസ്റ്റ് നടത്ത, ഐക്യു ടെസ്റ്റ് നടത്ത. ചേട്ടാന്റെ സ്കോർ എത്രയാ നോക്കുക. ഒരു കണക്കോട് ചെയ്യാൻ അറിയണ്ടാവില്ല, ഒരു ഇംഗ്ലീഷ് സെൻസ് പറയാൻ അറിയണ്ടാവില്ല. അവനാണ് ആൾക്കാർ ബുദ്ധി മെഷർ ചെയ്യുന്നത്. ഞാൻ എന്ത് പൊട്ടത്തോടാണ് പറഞ്ഞ? നീ പറയുന്നത് നിനക്ക് കാണുന്ന എല്ലാവർക്കും പറ്റും, നീ മാത്രം നോക്കണല്ലേ? നീ പണ്ട് വീഡിയോ പ്രശ്നം നീ പറഞ്ഞിട്ടുള്ളോ? നീ കാണുന്ന ആൾക്കാർ വേറെന്താ പറഞ്ഞ? ഏറ്റവും പൊട്ടൻ ചെലുത്താൻ പാർട്ട് 3, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞോണ്ടാ വരുന്ന വീഡിയോ. അയ്യോ നോക്കട്ടെ. ചേട്ടാന്റെ ലേറ്റസ്റ്റ് വീഡിയോ കണ്ടു. കുറെ നാളായാലും ഇവൻ എന്നെ പൊട്ടൻ മണ്ടൻ വിളിക്കുന്നത് എന്തിന്റെ പേരിലാണ്? വീഡിയോ വളച്ചു കൊടുത്തിട്ട് ഇവൻ എന്തൊക്കെയാ മാറ്റി പറയാണ്. പണ്ട് പറഞ്ഞാണ് ഈ ബാലയുടെ കേസ് ഭയങ്കര കോമഡിയാ. ഈ 10 ലക്ഷം രൂപയുടെ കളി പറയത്തില്ലേ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബാലയോട് കോംപ്രമൈസ് ചെയ്യണമെന്ന് ആരില്ല എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പിന്നെ ഒരു കാര്യം ചെയ്യും, അവൻ്റെ നമുക്ക് അവൻ കൊണ്ട് പൈസ തരട്ടെ, സെറ്റിൽമെൻറ്റ്. 10 ലക്ഷം ഒന്നും അല്ല, പിന്നെ 10 ലക്ഷം ഒന്നും പോരാ, അവന് ഒരു 50 ലക്ഷം ചോദിക്കും, 25 ലക്ഷം രൂപ തരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉഴപ്പും. ആരും വന്ന് എന്നോട് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരാൾ മെസ്സേജ് അയച്ചപ്പോൾ, അല്ല പിന്നെന്തുവാ ഒരുത്തം വന്ന് പണി കാണിച്ചിട്ട് പോകുന്നവന് ഇങ്ങോട്ട് വന്ന ഉടനെ ബാലൻ ചേട്ടാ ഓക്കെ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഇങ്ങനത്തെ ഡയലോഗ്സ് അടിക്കും ഇടയ്ക്ക്, കൂട്ടുകാരുടെ ഇടയ്ക്ക് അടിക്കുന്ന പരിപാടിയാണ്, അല്ലാതെ ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല അതിന്. അത് ആറാട്ടനെ അയച്ചു കൊടുത്തു. ആറാട്ടൻ്റെ അസുഖം അറിയാമല്ലോ. അപ്പോൾ അതിനെ ഇളക്കാൻ വേണ്ടി ഇത് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് അയക്കുകയും ഓരോന്ന് പറയുകയൊക്കെ ചെയ്യും. പക്ഷെ അത് ഇയാൾക്ക് മനസ്സിലാകത്തൊന്നുമില്ല എന്തിനാ ഇത് ചെയ്യുന്നതെന്നോ. ഉടനെ ഓരോരുത്തർ പറയും കൊണ്ടുപോകാൻ കാശ് മേടിക്കാൻ പോവാ, നീ ഇവിടെ വിത്തിട്ടിരുന്നോ, നിനക്കൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാളെ പൊട്ടി കളിപ്പിക്കും. അപ്പോൾ ഉടനെ ഈ മണ്ടം വിചാരിക്കും ഓഹോ അങ്ങനെയാണോ എന്ന് കരുതിയിട്ട് പറയുന്ന ഈ കേൾക്കുന്നത്. അല്ലാതെ ഇതൊന്നും എന്താ പറയണ്ട, പാലയോടോ അല്ലെ പാലയുടെ ആൾക്കാരോടോ ഒന്നും ഒരു സംഭവം നടന്നിട്ടില്ല. ഈ ഭാവത്തിന് ഓരോരുത്തർ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്ന. ഇപ്പം ഞാനാണേലും ഇങ്ങനത്തെ ഓടിയൊക്കെ ഉണ്ടാക്കി ഈ നമ്മുടെ സർക്കിളിലൊക്കെ എടുത്ത് അയച്ചുകളെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ മറുപടിയൊക്കെ പറയത്തുള്ളൂ. അല്ലാതെ ഈ പറയുന്ന കേസിൽ 10 ലക്ഷം പോരല്ലോ, അങ്ങനെയാണ്. അതെന്നാ ഉളത്തര ഇവനീ പറയുന്നത്. 10 ലക്ഷം രൂപയും കൊണ്ട് വന്നാൽ ബാല അങ്ങ് വെറുതെ വിടാനോ? അങ്ങനെയൊന്നും പറ്റത്തില്ല. അതുമല്ല ക്രിമിനൽ കേസൊന്നും അങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല ഔട്ട് ഓഫ് ദി കോർട്ട്. അത് പിന്നെ അതിലും വലിയ പണിയാവും. പിന്നെ ഇതുപോലത്തെ പൊട്ടത്തിലൊക്കെ പറഞ്ഞു വരുന്നവരോട് നമ്മൾ അങ്ങനത്തെ ഓരോ മുടന്തൻ വർത്താനൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. മനസ്സിലായോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാൻ പ്രത്യേകിച്ച്. അപ്പോൾ പിന്നെ ഇവർ പറഞ്ഞുകൊണ്ട് വരത്തില്ല. ഇവർക്കിത് മനസ്സിലാവാത്തതുകൊണ്ടാണല്ലോ ഇവർ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതും ആലോചിച്ച് അതുവഴി അങ്ങ് പൊക്കോളും. പിന്നെ ഈ വേറെ വർത്താനം പറഞ്ഞുകൊണ്ട് വരത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് കൊടുക്കത്തില്ലല്ലോ, ബാല ഇനി കൊടുക്കാതെ ഇനി നടക്കത്തില്ല. അപ്പോൾ പിന്നെ ഇനി ഒന്നും ചോദിക്കണ്ട. അപ്പോൾ മനസ്സിലായോ? പിന്നെ ഇത് പറയാൻ വരത്തില്ല. പിന്നെ അതും പറഞ്ഞ് പുള്ളി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇതൊന്നും വേറെ കാര്യമില്ലാത്ത കേസുകളാണ്. അതൊന്നും ഇപ്പോൾ കോടതിയിൽ പോയാലും ഈ പറഞ്ഞ പോലെ എവിടെയോ ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ടൊന്നും അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ ഇയാൾ ഈ പറയുന്ന കാര്യങ്ങൾ പലതും
പുള്ളിയോട് ഞാൻ തന്നെ പറഞ്ഞു പിടിപ്പിക്കുന്നതാണ്. ഇയാളിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഓരോന്നൊക്കെ പറയാറുണ്ട്. ചുമ്മാ അങ്ങ് പറയും, എന്തേലും ആട്ടെ, ഇവൻ എന്തെങ്കിലും കേട്ടിട്ട് പോട്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ട് വരും ഇങ്ങനെ. അപ്പോൾ ഞാൻ പറയും, അവിടെ പോയി ഇവിടെ പോയി സൂപ്പറാന്ന് ഇങ്ങനെ പറയും. 3500 പെണ്ണുങ്ങളായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് അടിച്ചു വിട്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ മോഹൻലാലിന് എന്തോ 3000 സ്ത്രീകളായിട്ട് ബന്ധമുണ്ടെന്നോ അത് വലിയ സംഭവമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എനിക്ക് 3500 ഉണ്ട്, അതായതാന്നൊക്കെ പറഞ്ഞു. ഉടനെ പുള്ളി അതും വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രാവശ്യം ഈ പുള്ളി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് വിളിച്ച് പറയുന്നത്, അല്ലാതെ ഇയാളോട് വേറെ ആരും പറഞ്ഞിട്ട് ചെയ്യുന്നൊന്നും അല്ല ഇത്. ഇതിപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതിന് അത് കഴിയുമ്പോൾ പാവം പിറ്റേ ദിവസം ഇരുന്ന് വീഡിയോ ഇടും. ഇതൊക്കെ ഈ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാത്രമല്ല ഇതിനോടൊക്കെ ആരെങ്കിലും ചെന്ന് കാര്യമുള്ള കാര്യം വല്ലതും പറയുമോ? ആരാത് എന്താ നീ വീഡിയോ എടുക്കുവാണോ? അപ്പോൾ ആരെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? പിന്നെ ആറാട്ടനോടാ പോയിട്ട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇവന് ഒരുപാട് കള്ളം പറയുന്നുണ്ട്. ഓ അങ്ങനെ, ഞാൻ ഓർത്തു കാര്യം മനസ്സിലായിട്ട് പറയുന്നതാണ്. ഇത് ഭ്രാന്ത് കാണിക്കുമ്പോഴാണോ ഭ്രാന്താന്ന് വിളിക്കുന്നത്. അവിടെ ചെന്ന് ചുമ്മാ കിടന്ന് നിരങ്ങി അയാൾ പറഞ്ഞ് ഈ വട്ടനോടൊക്കെയാണോ എന്താ പറയണ്ടേ റിവ്യൂ ചോദിക്കുന്നത്, ഇവർക്കൊന്നും വേറെ പണിയില്ല എന്നാണ്ട് ചോദിച്ചു. അത്രേ ഉള്ളൂ, അതുള്ളതാ. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആരാ അത് പറയാത്ത? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ റിവ്യൂ പറയാൻ പറ്റിയ കുറേ ആൾക്കാർ എന്തോ ഈ സിനിമയെ പറ്റിയൊക്കെ പറയുന്നു ഇവരിരുന്നുകൊണ്ട്. വളരെ നല്ല കാര്യം. മനുഷ്യത്വം ഇതല്ലേ മനുഷ്യത്വം. അതായത് എനിക്കൊരു സംഭവം ഉണ്ടായതായി പറയുന്നത്. പക്ഷെ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ വരുന്ന കേസൊന്നും അല്ല. അത് അതിനകത്ത് ഇടപെട്ടാൽ ശരിയാകത്തില്ല. നമ്മളാരും ഇടപെടേണ്ട ഒരു ഏരിയ അല്ല അത്. ചെയ്യാൻ പറ്റുന്ന ഒരേ കാര്യം പുള്ളിക്ക് ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതേ ഉള്ളതാണ്. അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഇതിനകത്ത് കയറി ഇടപെട്ട് ഇതെങ്ങാനും ഡിലേ ആവോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് അധികം കൂടുതലൊന്നും ചെയ്യത്തില്ല. അതിന് ആരാണേലും അവരോട് ഇത്രേ ചെയ്യത്തുള്ളൂ. വേണേ ഹോസ്പിറ്റൽ വരെ പോവും കൂടെ, അതും പറ്റത്തില്ല. തന്നെ പോയാൽ മതി, അതിനുള്ളതൊക്കെ ഉള്ളൂ. പിന്നെ ഇവരൊക്കെ കിടന്ന് കുഞ്ഞ് കളിക്കുമല്ലോ, അത് ഞാനങ്ങ് ഒഴിവാക്കി. അതിനായി പറയുന്നത്. എന്നിട്ട് ഇവർ കിടന്നതാണ്ടൊക്കെ കാണിച്ചിട്ടുണ്ട് അതിനിടെ കിടന്നുകൊണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ അതുപോലെ മണ്ടത്തരം ഒപ്പിച്ച് എല്ലാ പൊട്ടന്മാരോടെ ചേർന്ന് ഭയങ്കര മണ്ടത്തരങ്ങൾ. അതൊന്നും എന്താ പറയാത്ത അണ്ണൻ? ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അണ്ണനോട്. അണ്ണൻ ഇതെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ തന്നെ കുറെ കഥ പറയുന്നത് ഇങ്ങനത്തെ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഈ അപ്പം മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ട്. ഇടയ്ക്ക് ഭയങ്കര സെൻറ്റി അടിക്കുന്നതാണ്. അപ്പം ഞാൻ എന്താ മരിക്കട്ടെ, മരിക്കേണ്ടവരൊക്കെ മരിക്കും, എനിക്കാണെങ്കിൽ അപ്പനും അമ്മയൊക്കെ മരിച്ചു പോകുന്നതിനോട് താല്പര്യം, അല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയും. പിന്നെ അതൊക്കെ കേട്ട് വിശ്വസിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുക. അതെന്നാ എൻ്റെ അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു ആളാണ് ഇയാൾ പറഞ്ഞാൽ വിശ്വസിക്കും. ഇനിയും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇയാൾ വിശ്വസിക്കും. ആര് പറഞ്ഞാലും വിശ്വസിക്കും, അത് വേറെ കാര്യം. പിന്നെ ഇത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ പുള്ളി ഇത് വിളിച്ച് പറയാനൊക്കെ ഇരിക്കും. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ഇത് തന്നെ. എനിക്ക് ഇയാൾ പറയുന്ന ഒരു കാര്യവും അങ്ങനെ എന്താ പറയണ്ടേ, വേറെ ആരെ പറ്റി പറയാൻ നമുക്കറിയാമല്ലോ ഇയാളുടെ കേസ് കേട്ട് എന്തുവാന്ന്, ഇയാൾ എന്തോ പറയാൻ പോകുന്നതെന്നും ഇയാൾ എന്തിനാ പറയുന്നതെന്നും ഒക്കെ എനിക്കറിയാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇയാളേ ഉള്ളൂ, അല്ലാതെ ഇയാൾക്ക് വേറൊരു തരത്തിലും ഒന്നും ചെയ്യാനില്ല. എന്തോ പറഞ്ഞാൽ എന്തോ ആറാട്ടനല്ലേ പറയുന്നത്, ആറാട്ടന് വല്ല വെളിവുണ്ടോ? പിന്നെ കേട്ടോ ആലോചിക്കുക. എന്നിട്ടോ ഇവരെല്ലാം കൂടെ നടന്ന് അവസാനം അവരിട്ടിട്ട് ഓടി അണ്ണൻ്റെ അടുത്ത് നിന്ന്. കാരണം എന്താ വെച്ചാൽ അണ്ണന് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു. കുറെ കല്യാണത്തിന് പോക്കോ ഉദ്ഘാടനം പിടിക്കലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനൊന്നും ഇയാൾ പോകത്തൊന്നുമില്ല. ഇയാൾ പിന്നെ ഇവിടെ തന്നെ കറങ്ങി നടക്കും. ഒരു പരിപാടി ഏറ്റ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അന്ന് ബസൂക്കയുടെ സീൻ ഓർക്കുന്നില്ലേ, അതിനകത്ത് പോയി കയറി ഒരു ദിവസം ഷൂട്ടിന് പോയി അടുത്ത ദിവസം ഇറങ്ങിപ്പോന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനാണ് ഈ ബ്രൈറ്റ് എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞിട്ട് ഇയാളെ നോക്ക്, എന്നിട്ട് നിങ്ങൾ വെറുതെ അല്ല ഫ്രീ ആയിട്ടൊന്നും ചെയ്യണ്ട, ആറാട്ടൻ എൻ്റെ യൂട്യൂബ് ചാനൽ വല്ലതും ഒന്ന് മാനേജ് ചെയ്ത് കൊടുത്താൽ പൈസ കിട്ടും. അപ്പോൾ അതിൻ്റെ 20% ബ്രൈറ്റിനെ എഡിറ്റ് ചെയ്യുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനും പേജ് മാനേജ് ചെയ്യുന്നതിനും അത്രയും കൊടുത്താൽ മതി. അവനങ്ങനെ ഇവനെ വിറ്റ് കാശുണ്ടാക്കാൻ വന്നിരുന്നല്ല, എന്തെങ്കിലുമൊക്കെ കിട്ടിയേ പറ്റത്തുള്ളൂ, അല്ല വെറുതെ അങ്ങനെ ചെയ്യണ്ട. അപ്പോൾ അതിനകത്ത് 20% ഒന്നും പോരാ ശരിക്കും പറഞ്ഞാൽ. അവൻ പിന്നെ ഫ്രീ ടൈമിലൊക്കെ ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് അവൻ ഓക്കെ അത് മതി എന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞത്.
അത് ഒരു ഹെൽപ്പായിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ ഇവൻ്റെ ഇപ്പോൾ 20% എന്ത് കിട്ടാനാ? പക്ഷെ വെറുതെ ചെയ്യിക്കണ്ട, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. ഏത് കാര്യത്തിലാണേലും അങ്ങനെ വെറുതെ എങ്ങനെ കൂട്ടുകാരാന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തിൻ്റെ പുറകെ നടത്തുക, അതൊന്നും നടക്കത്തൊന്നുമില്ല. അങ്ങനെ ഒരു പരിപാടി ഞങ്ങളാരും ചെയ്യാറില്ല. അപ്പോൾ അതാരാണേലും എവിടെ ആണേലും നമുക്കിപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തന്നെ അവിടെ ചെന്നിട്ട് എല്ലാം ഫ്രീ ആയിട്ട് ഇങ്ങെടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ അവന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടു. കാരണം ഇയാൾ പറഞ്ഞാൽ ഒന്നും കേൾക്കത്തൊന്നുമില്ല. ഇയാളെ അങ്ങനെ നമ്മൾ നോക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇട്ടത്. ഇമാതിരി പരിപാടികൾ കൂടി, മനസ്സിലായോ? ഇപ്പോൾ തിയേറ്ററിൽ ചെന്ന് അലമ്പുണ്ടാക്കുക, ആ പറഞ്ഞ പോലെ തന്നെ ഐശ്വര്യലക്ഷ്മി കുറേ മെനക്കെടുത്തി പുറകെ കടന്ന് 3 പ്രാവശ്യം കൈ കൊടുത്തു. എന്നിട്ട് പിന്നെ ഒന്ന് വീഡിയോ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇവർക്കൊക്കെ ഒരു ന്യൂസൻസ് പോലെ ആയിക്കൊണ്ടിരിക്കുക. പഴയ കളിയല്ല ഇതിപ്പോൾ. ഓൺലൈനിൽ വന്നിട്ട് എന്തിനും പൊട്ടത്തരം പറഞ്ഞിട്ട് പോകുന്ന പോലെ അല്ല ഇതിപ്പോൾ. നേരിട്ട് ഇറങ്ങി തിരിച്ചേക്കുക. അതൊന്നും അത്ര ശരിയായ നടപടിയാണെന്ന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പുള്ളി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ശരിയാകുന്ന ലക്ഷണം ഇപ്പോൾ അലമ്പുക, ഭയങ്കര അലമ്പ് കിടന്നു. തിരിച്ചും മറിച്ചും പറയുന്നതൊക്കെ ഉണ്ട്, അത് പണ്ടേ ഉള്ളതാണ്. ബാലയുടെ ഇഷ്യൂ നടക്കുമ്പോഴും അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മമ്മൂക്കയുടെ മോൻ വന്ന സമയത്ത് ഇതുപോലെ തിരിഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കൂടാതെ പുള്ളി ഈ കൂടെ നിൽക്കുന്നവരെയൊക്കെ ഇങ്ങനെ ഓരോ രീതിയിൽ ഓരോന്നൊക്കെ പറഞ്ഞു പിടിപ്പിക്കും. ഇപ്പോൾ ബ്രൈറ്റൊക്കെ മര്യാദയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്കൊന്നും ഇങ്ങനത്തെ കള്ളത്തരമൊന്നും ഉള്ളവരൊന്നും അല്ല. ഇവനെ പറ്റിക്കാനും ഒന്നും കൂടിയേക്കുന്ന ആളല്ല അവന് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അവനോട് പറഞ്ഞുകൊണ്ട് അവൻ ചെയ്തു കൊടുത്ത, അല്ലാതെ അവനിങ്ങനെ വലിഞ്ഞു കയറി വന്നവനൊന്നുമല്ല. അപ്പോൾ അവനെ വരെ വെറുപ്പിച്ച്, അവനെ വിനീതിനെയൊക്കെ അങ്ങനെ അലമ്പുണ്ടാക്കി നടക്കുന്ന ടീംസൊന്നും അല്ല. ഈ മറ്റേ ഇവൻ്റെ കാശ് മേടിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നിൽക്കാൻ വന്നവരൊന്നും അല്ല അവർ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഓടിയെന്നാ കേട്ടെ അവിടെ നിന്ന്. ഫ്ലാറ്റ് അടിച്ചു മാറ്റാൻ നോക്കിയെന്ന്. ഇവൻ്റെ ഫ്ലാറ്റ് വെറുതെ കിടക്കുക. ഉടനെ റെൻറ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞു. 1-2 പേര് വന്ന് കണ്ടു, ആരാണ്ടൊക്കെ വിളിച്ച് കാണിച്ചു. അതിനിടയ്ക്ക് ഒരു പാർട്ടി വന്നത് പിന്നീട് പറഞ്ഞു അവർ ആ പുള്ളിക്കാരി അത്ര ശരിയല്ല, പുള്ളിക്കാരി ഇത് അടിച്ചുകൊണ്ട് പോയേന്നൊക്കെ പറഞ്ഞ് ആരാണ്ട് കഥ ഇടയ്ക്ക് വിട്ടു. എന്ന് വെച്ചാൽ ഇവനെ പറ്റിച്ചേനെന്നൊക്കെ ആരാണ്ട് പറഞ്ഞു. അതിന് പുള്ളി പറയുന്നത് നമ്മളൊക്കെ ആണ്ട് അതോടെ ഞങ്ങൾ ഈ പരിപാടി നിർത്തി, വിൽക്കണമെന്നൊക്കെ പറഞ്ഞു. വിറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പേരെ കാണിച്ചപ്പോൾ അത് നടന്നില്ല. അത് ഇച്ചിരി പഴയ ഫ്ലാറ്റാണ്, ഇയാൾക്ക് ഇതിൻ്റെ വിലയും ഇതൊന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ ഇയാളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പനെ കൊന്നതാണ്, പെങ്ങന്മാർ നോക്കുന്നില്ല, അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നിട്ട് നമ്മളോട് പറയും ഫ്ലാറ്റ് വിൽക്കണം അതായത്. അപ്പോൾ ഞങ്ങൾ നോക്കി ആളെ കാണിച്ചു തരാം, വിൽക്കണമെന്നുണ്ടെങ്കിൽ വിൽക്കേ. അപ്പോൾ ഇയാൾ ഡയറക്റ്റ്ലി ആരെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഓണറെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു. പിന്നെ ഞങ്ങളിങ്ങനെ പറയും പുള്ളിയോട്, വിറ്റ് കിട്ടിയാൽ കമ്മീഷനൊക്കെ തരണം, ചുമ്മാ അങ്ങനെ പറ്റത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് കഴിയുമ്പോൾ പുള്ളി തിരിച്ച് പറയുന്നേ കാണുന്നത്, മനസ്സിലായോ? ഇയാൾ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് സാധനം വീട് വിറ്റിട്ട് ഫ്ലാറ്റിൽ പോയി താമസിക്കാമെന്ന് പറഞ്ഞ് നടപ്പുണ്ട്. ഇതൊക്കെ ആരെങ്കിലും നമ്മളിപ്പോൾ ഓർക്കുക, എന്തെങ്കിലും നടക്കട്ടെ, ഈ പൊട്ടൻ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ ഇവൻ തിരിച്ച് പറയുന്ന കാര്യങ്ങളായി കേൾക്കുന്നത്, മനസ്സിലായോ? ഇവൻ ഇങ്ങനെ പറയും പിന്നീട്. അതുകൊണ്ട് ലാസ്റ്റിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ബാലയുടെ കേസ് വന്നപ്പോൾ എന്നോട് അഡ്വക്കേറ്റ്സും പറഞ്ഞു ഇവന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയതും പ്രശ്നമായി, പലരും അങ്ങ് ഉപേക്ഷിക്കുക, ആരും എടുക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ വലിയ പാടാ. ഇനി ഞാനും അങ്ങനെ ഇതിനു വേണ്ടി ഒന്നും പുള്ളി എന്ത് പറഞ്ഞാലും നമ്മൾ എടുക്കരുത്. കാരണം എന്ത് പറഞ്ഞാലും ഇവൻ തിരിച്ചു പറയുക ഇങ്ങനെ. അത് എല്ലാവരുടെ പറ്റിയും പറയുന്നുണ്ട്. ഇതിപ്പോൾ അവസാനമായിട്ട് പറഞ്ഞത് ഈ പറഞ്ഞ ബ്രൈറ്റിനെ പറ്റിയൊക്കെയാണ്. അവർ ശരിയല്ല, ഇവർ ശരിയല്ല, ആര് വന്നാലും ആരും ശരിയാകത്തില്ല. അതിങ്ങനെ തിരിച്ചു മറിച്ചും പറയും, നാളെ ഇത് മാറ്റിയും പറയും. അതാ വേറെ രസം. പക്ഷെ ഇനി മാറ്റി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളടത്ത് ബുദ്ധിമുട്ടാണ്. കാരണം ഇവന് വെളിവില്ല. അത് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വന്നല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി കൊടുക്കാൻ നോക്കുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള ശേഷിയൊന്നും ഇല്ല. അത്രയ്ക്കും ശേഷിയില്ലായ്മയല്ല, അവർക്ക് അത്രയും പേഷ്യൻസ് ഒന്നും കാണത്തില്ല. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇതിങ്ങനെ കാണിച്ചുകൊണ്ട് നടന്നാൽ മതി. ഇത് അവർ ബാക്കിയുള്ളവർ അങ്ങനെയല്ല, അവരുടെയൊക്കെ സമയം കളയുന്നത്. അതുകൊണ്ട് വക്കീലന്മാർ ആരും ഏറ്റെടുക്കുന്നില്ല ഇവൻ്റെ കേസ്. ഇവൻ മറ്റേ ഞാൻ കൊടുത്ത കേസിൽ 2ാം പ്രതിയൊക്കെ, അതിനകത്ത് നമ്മൾ തന്നെ ഒരു അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. പിന്നെ ഞാൻ ഓർത്തു, കാരണം ഇയാൾ തിരിച്ചും മറിച്ചും പറയുന്നുണ്ട്, നമ്മൾ ഇതിനെ കൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് നമ്മൾ കാണാൻ കെടുക. അതുകൊണ്ട് ഞാൻ ഇനി ഇതിനകത്ത് ഇടപെടത്തില്ലെന്ന് ഉറപ്പിച്ചേക്കുക. ഇയാൾക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ച് പറയുന്നൊരു മടിയില്ല. കണ്ട അഡ്വക്കേറ്റിനെ കൊണ്ട് പൈസ ഉണ്ടാക്കാൻ നോക്കിയത് എങ്ങനെ? ഇവന്മാർക്ക് ജാമ്യം എടുക്കണം. അപ്പോൾ ഇയാള് ജാമ്യത്തിന് ഓരോ അഡ്വക്കേറ്റ് ഓരോന്ന് പറയും, എന്നിട്ട് 1 ലക്ഷം രൂപ കണ്ടാൻ അടിച്ചുകൊണ്ട് പോയി. നമ്മളിവിടെ അതിനൊക്കെ കുറച്ച് എല്ലാം വൃത്തിക്ക് ചെയ്ത് കൊടുക്കാം പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇവൻ അതിനകത്തുനിന്ന് പോയി വേറെ എവിടെയോ ചെന്ന് കയറി. ഇവൻ വേറെ അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്തിട്ട് ജാമ്യം കിട്ടിയോ അതും ഇല്ല. കുറേ നാളിൻ്റെ പുറകെ നടന്നു. ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന്, ഇത്രയും പൈസയിലൊന്നും ആകത്തില്ലാന്ന്.
പക്ഷെ പുള്ളി പോയി ഇവൻ്റെ കസിൻസ് ആയിട്ട് പറ്റിച്ച് 1.5 ലക്ഷം രൂപ കൊണ്ട് പോയി ഈ പൊട്ടൻ്റെ. അപ്പോൾ ഇവൻ അതൊക്കെ ഒപ്പിച്ച് വെക്കും, എന്നിട്ട് നമ്മളെ ചീത്ത പറയും. മനസ്സിലായോ? അന്ന് ഇത് പറയുന്നുണ്ട്, വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, എൻ്റെ 1.5 ലക്ഷം രൂപ പോയി, ആരാണ്ട് വന്ന് പറ്റിച്ചു. ഇതെല്ലാം പുള്ളി ഒപ്പിക്കും. എന്നിട്ട് ഇപ്പം മാറ്റി മാറ്റി പറയും. ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ആളിങ്ങനെ തിരിച്ചും മറിച്ചും പറയും. എന്നിട്ട് പെരേരുടെ നിന്ന് കാശ് പൊട്ടിക്കും. എന്തിന്? എനിക്കെന്ത് കാര്യം? ഇവിടെ ഒരാളെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, ഞാൻ പോകുന്നു. അല്ലാതെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ഈ പൊട്ടനെ പറ്റിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഈ പൊട്ടന്മാരല്ലേ പറ്റി. നല്ല ടീമുകളാണ് പെരേര, ആറാട്ടണ്ണൻ. പിന്നെ പെരേരുടെ കേസ് വരുമ്പോൾ പെരേര ഞാൻ പറഞ്ഞു, പെരേര നിനക്കുള്ളത് ഈ പറഞ്ഞ പോലെ വില കുറച്ച് മേടിച്ച് കൊടുക്കും. ഇവരായതുകൊണ്ട് വലിയ പൈസ മേടിക്കാതൊക്കെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്തു തരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് പക്ഷേ അന്ന് വിനീതിനെ ബ്രൈറ്റിനെ എനിക്കറിയാം. മറ്റേ വിനീതിനൊന്നും എനിക്ക് അറിയത്തേ ഇല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ലാത്ത ആളാ. ആട്ടായം ഇവരോടൊന്നും എനിക്ക് കമ്പനിയൊന്നും ഇല്ല. മാത്രമല്ല ഇവരെ പോലെ അല്ല അവർക്ക് അങ്ങനെ ബോധമില്ലായ്മയൊന്നും ഇല്ല. അപ്പോൾ ഈ 2 ടീമിനെയും എന്തെങ്കിലും തരത്തിലൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തിനും കുഴപ്പമായി ഇവർക്ക് ജാമ്യം എടുക്കാമെന്ന് ആരും കാണത്തൊന്നുമില്ല. ഇവർ അന്വേഷിച്ച് പെട്ടെന്നൊന്നും ഇവർ കണ്ടുപിടിക്കത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു കൊടുത്തതിനാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ അത്രയും ഒരു പരിപാടി ഈ അണ്ണൻ്റെ ഉണ്ട്. അത് എപ്പോഴും ഉള്ളതാണ്. ഈ പറയുന്ന എല്ലാം ഇതുപോലത്തെ കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചറിയാം. ഈ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഈ കേസ് കെട്ട് എടുക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇത് ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. മനസ്സിലായോ? അല്ലാതെ ആര് പോകും ഇതിൻ്റെ പുറകെയൊക്കെ? ഇവന്മാരുടെ പുറകെ ആർക്ക് പോകാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല ആർക്കും പറ്റുമെന്ന്. ഇത് വക്കീൽ ഏറ്റെടുത്താൽ ഒരു വക്കീലിന് പണിയാകും. പിന്നെ നമ്മൾ മാനേജ് ചെയ്ത് ഇടയ്ക്ക് നിന്ന് ഇതിനെയൊക്കെ കുറച്ച് പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് നടന്ന് അവിടെ എത്തുമ്പോൾ തെറ്റരുത് എന്ന രീതിയിൽ ടൈറ്റായിട്ട് ഫോളോ ചെയ്താലേ നടക്കത്തുള്ളൂ. അല്ല നടക്കത്തില്ല ഇവരുടെ കാര്യം. അപ്പോൾ ഞാൻ ഈ ജോസിനോടും പറഞ്ഞു, നിനക്ക് ജാമ്യം എടുക്കണമെങ്കിൽ പറയണം, ചുമ്മാ കടന്ന് കളിക്കരുത്, വല്ല പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ ഇയാളോട് പറയുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? തിരിച്ചും മറിച്ചുമൊക്കെ പറയും. ഞാൻ അപ്പോഴേ പറഞ്ഞു, എനിക്ക് ഈ 2 പേരുടെ കേസ് ഞാൻ നോക്കാം. പിന്നെ ബ്രൈറ്റിൻ്റെ കാര്യമാണെങ്കിലും എനിക്ക് ബാക്കിയുള്ളവരെ അറിയത്തില്ല. ഈ ആട്ടായത്തിനൊന്നും നമുക്ക് അറിയാവുന്ന ആൾക്കാരല്ല. ഇനി എന്തെങ്കിലും ഉടായ്പുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ അതുമല്ല അവർക്ക് അവരുടെ കാര്യമൊക്കെ നമുക്കറിയാവുന്നവരെ ഇവർക്കേ ഉള്ളൂ ബുദ്ധിമുട്ടുള്ളൂ. അല്ലാതെ ഇവൻ്റെയൊക്കെ കേസ് കേട്ട് പിടിച്ചിട്ട് എന്തോ അടിക്കാനാ എനിക്കറിയത്തില്ല എന്തോന്ന്. നല്ല ആളുകളാ ആറാട്ടണ്ണനും പെരേരയും. ലോകത്ത് വേറെ ആരുമില്ല. എങ്ങനെ ഉണ്ടാക്കുമെന്ന് പറയുന്നത് അതെങ്ങനെ നടക്കും? ഇവര് ഒരു അഡ്വക്കേറ്റിന് കാണിച്ചു കൊടുക്കുന്നു, അവര് തമ്മിൽ എന്തോ ചെയ്യുന്നു, അവർക്ക് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എനിക്കുണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ പറയാം. ഞാനും മാക്കും കൂടാണ് ഇവൻ്റെ കേസിന് ഹൈക്കോടതിൻ്റെ അവിടെ പോയി ഈ പേപ്പർ വർക്കും ഇതും എല്ലാം ചെയ്യണം. ഇതിലെല്ലാം നമ്മൾ ഇറങ്ങി നടക്കണം. ഇവൻ പേടിച്ച് എങ്ങാണ്ട് പോയി മുങ്ങി. പിന്നെ അവിടുന്ന് ഫോൺ വിളിച്ച് പറയാ നമ്മൾ ഓടുക ഇവിടെ കിടന്നു. ഒരു ദിവസം മൊത്തം ഓടേണ്ടി വന്നു. അതൊന്നും പുള്ളി അറിയത്തില്ല, പുള്ളിക്ക് അതൊന്നും അറിയത്തില്ല. ലാസ്റ്റിൽ ഇത് നമ്മൾ കേൾക്കും. മനസ്സിലായോ? അണ്ണൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെ. ഇതിപ്പോൾ ആരുടെ വട്ടാലും കിട്ടും. ഇതിപ്പോൾ എൻ്റെ കേസ് മാത്രമൊന്നുമല്ല, ഇവന് ബാക്കിയുള്ളവരുടെ ആരും ഇതുപോലൊക്കെ തന്നെ പറയുന്നത്. എല്ലാവരെ പറ്റി ഇത് പറയും ഇങ്ങനെ. അപ്പോൾ ഇതൊന്നും പുള്ളിക്ക് അറിയത്തൊന്നുമില്ല. പുള്ളിയുടെ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ടങ്ങ് പറഞ്ഞതന്നെ ഉള്ളൂ. ഇതും പറയുമെന്ന് എനിക്കറിയാം. എപ്പോഴെങ്കിലും ഞങ്ങൾ പറയും ഇത് കുറച്ചാണ് ഇവരിത് തിരിച്ചു വന്ന് പറയുവാണെങ്കിൽ ഉറപ്പാണ് ഇത് പറയുമെന്നുള്ളത്. അപ്പോൾ അണ്ണൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇതേപോലെ തിരിച്ചും മറിച്ചും പറയുന്ന കുഴപ്പമുണ്ട്. ആരെങ്കിലും പോയി എന്തെങ്കിലും ഒന്ന് ഇവന് വേണ്ടി ഇവൻ പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇത് നടക്കുവാണ്, നടന്നോട്ടെ, ഭണ്ഡാരം എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ച് നമ്മളൊന്ന് എന്തെങ്കിലും ഒന്ന് ഇച്ചിരി ഒന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞാൽ പോലും പ്രശ്നമാണ്. മനസ്സിലായോ? പിന്നെ ഈ പറയുന്നതൊക്കെ ഇത് മാറ്റി പറയുന്ന കാര്യങ്ങൾ ഇതൊന്നും അല്ല. ഈ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് വെച്ച് എനിക്ക് അഡ്വക്കേറ്റ് അറേഞ്ച് ചെയ്ത് തരാമോ, എന്താവും കേസ് 2 പ്രതിയാണ്, എൻ്റെ സ്കോളർഷിപ്പ് പോകും, പറ്റാതാ പറിച്ചാൽ ഒരു കാര്യവും, പിന്നെ ആത്മഹത്യ ചെയ്യാൻ പോകുമെന്ന് പറയും. ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. അല്ല അങ്ങനെ വിടാൻ പറ്റത്തില്ല. ഇനി വന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കുക രക്ഷയുള്ളൂ. കാരണം ഇത് ഒത്തിരി ആയെന്ന്, ഇത് എത്ര നാളായെന്നറിയാം ഇത് കാണുന്നു. ഇയാൾ അന്ന് തൊട്ട് ഇപ്പം ഇയാളെ ശരിക്കും പറഞ്ഞാൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഒട്ടും അടുപ്പിക്കത്തില്ല. കാരണം അത്രയ്ക്ക് ത്രെട്ടായി ഇയാൾ. കാരണം ബാലയുടെ വിഷയം ഉണ്ടായപ്പോൾ തിരിച്ചും മറിച്ചും പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇവൻ്റെ കാശ് മേടിക്കാൻ പോയവരെ ഇപ്പോൾ പറയുന്ന ഒരാളാണ്. മനസ്സിലായോ? ഇയാൾ ഭയങ്കര അപകടം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വെളിവില്ലാത്തതെന്ന് എനിക്കും അറിയാം, എനിക്ക് പരിചയമുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഈ പുറത്തുള്ള ഈ വീഡിയോ ഇടലേ ഉള്ളൂ. ഇനി ഈ വീഡിയോ ഇടലും വലിയ പ്രയാണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇയാൾ ആരെ പറ്റിയിലൊക്കെ ഇതുപോലെ പറയാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അല്ല എനിക്ക് ഇയാളിപ്പോൾ തിയേറ്ററിൽ പോയാലും ഇവിടെ ഇരുന്നാലും ഇയാളെന്നെ പറ്റിയൊന്നും പറയാൻ പോകുന്നില്ല. അതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ടല്ല. പക്ഷേ ഇത്തിരി പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ എന്താണേലും ആരും കാണത്തില്ല. അത്രേ ഇവിടെ പറയുന്നുള്ളൂ. ഞാൻ ഈ വീഡിയോയിലല്ല ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇയാളെ എന്തിനാ ഇങ്ങനെയുള്ള പണിക്കൊക്കെ സപ്പോർട്ട് ചെയ്യുക? ഇയാളാരാ? അല്ല ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇയാൾ പോയി ട്രീറ്റ്മെൻറ്റോ എന്തെങ്കിലും എടുക്കണം. അല്ലാതെ ഇങ്ങനെ നാട്ടുകാരെ വിളിക്കുന്ന പരിപാടിക്ക് ഇറങ്ങി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക
ഈ പറഞ്ഞാലും കേൾക്കത്തില്ല. തിയേറ്ററിൽ പോരെന്നൊക്കെ പറഞ്ഞാലും അടുത്ത ആഴ്ച അവിടെ ചെന്ന് നിൽക്കും വായും പൊളിച്ച്. അപ്പോൾ ഒട്ടും ഒരു സ്ഥിരത ഇല്ല. മാത്രമല്ല സ്ഥിരത എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും ഇല്ല. ചെയ്യുന്ന കാര്യത്തിലില്ല, പറയുന്ന കാര്യത്തിലില്ല. ഇപ്പോൾ കൂടെ വന്ന് ഇവിടെ ഇരുന്നു, ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോഡാകാസ്റ്റ് പോലത്തെ പരിപാടിക്കകത്തൊക്കെ പിടിച്ചിരുത്തി എന്തെങ്കിലും കോമഡിയൊക്കെ അവതരിപ്പിക്കും. ഇയാൾ വരുന്നത് നമുക്ക് വലിയ നഷ്ടമില്ലാത്ത കേസാണ്. ലാഭമൊന്നും ഇല്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. വരുന്നു, എല്ലാവരുടെ ഇങ്ങനെ ഇറങ്ങി അങ്ങനെ പോവും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഇയാളെ കണ്ടുകൊണ്ട് ആർക്കും ഇവിടെ വീഡിയോ ഇടണ്ട എനിക്കറിയത്തില്ല. എനിക്കിവിടെ തന്നെ ഇരുന്നാൽ മതി. നമുക്ക് ഉള്ളത് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം മടി വീഡിയോ ഇടാൻ. അപ്പോഴാണ് ഇതിനെ പിടിച്ചുകൊണ്ട് നടന്നിടും വീട്. അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വീഡിയോ ഇടാൻ പറ്റുന്നത്. കാരണം എൻ്റെ കൂടെ കൂടുതൽ സമയം ഇരിക്കുന്നു. അത് നേരെ അവിടെ നിന്ന് ആ ലുലുന്ന് ഇറക്കി പുറത്ത് നിർത്തിയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ തന്നെ ഇയാൾ എന്തോ പറഞ്ഞാലും പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മനസ്സിലാണ്. ഈ മീഡിയക്കാരുടെ അടുത്തിരുന്ന് പറയുന്നതല്ല, അതിൽ കൂടുതൽ മണ്ടത്തരം എൻ്റെ ഇരിപ്പുണ്ട് ഇപ്പോഴും. ഇയാൾ ഓരോ ഭയങ്കര വെള്ളത്തരങ്ങൾ കാണിച്ച വീഡിയോസൊക്കെ അതൊന്നും എടുത്ത് ഞങ്ങളാരും പോസ്റ്റ് ചെയ്യാറ് പോലുമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടാകാത്ത രീതിയിലത്തെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്ത് ഇയാൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് വീഡിയോ കാണിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ ഇതുകൊണ്ട് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. എൻ്റെ പേജിനകത്ത് ഇയാളെ ഒന്നും കാണുന്നൊന്നും നിർബന്ധമുള്ള ആൾക്കാരൊന്നും ഈ പേജിലൊന്നും ഇരിപ്പില്ല. എന്നോട് പലരും വിളിച്ച് പറയാറുണ്ട് ഇയാളുടെ വീഡിയോ ഒന്നും ഇതിനകത്ത് ഇടുന്നതെന്ന്. അതൊരു കാര്യം. പിന്നെ എന്താ പറയുക, പിന്നെ ഇൻസ്റ്റയിലൊക്കെ ചുമ്മാ കൊളാബ് അടിച്ച് കഴിഞ്ഞാൽ ഇയാളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ കോമഡി കണ്ടന്റ് വലിയ തട്ടുകടില്ലാത്ത സാധനമൊക്കെ ചെയ്ത് വിടാറുണ്ട്. പിന്നെ മണ്ടത്തിനും കാണിപ്പിക്കും. അത് വേറെ കാണിപ്പിക്കുന്നതല്ല, എന്തെങ്കിലും കാണിച്ചാൽ ചിലതൊക്കെ ഇടും. ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് അതൊക്കെ അങ്ങ് പറയും. ഇയാൾക്ക് പറയാനുള്ള ലൈസൻസ് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ എടുത്തിട്ടുണ്ടിരിക്കും. ഇയാളുടെ കൂടെ ഇരുന്ന് നമ്മൾ കുറേ കോമഡിയൊക്കെ കാണിക്കും. അത്രേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ. പിന്നെ ഇയാളെ ഈ തല്ലാനും അടിക്കാനൊക്കെ വരുന്നവരോടൊക്കെ പിന്നെ അത് ആരെ തല്ലാൻ പോയാലും അതേ പറയാനുള്ളൂ. മനസ്സിലായി? അത് പ്രത്യേകിച്ച് ആറാട്ടനെ പോലത്തെ ആളെ തല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ആരെല്ലാം അടിക്കാനൊക്കെ വന്നാൽ അന്നും പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുന്നത് നമ്മളൊക്കെയാണ്. ഞാൻ, മാക്ക്, ധനഞ്ജയ് ഇങ്ങനെയുള്ളവരൊക്കെ ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ സ്പോട്ടിൽ കാണത്തുള്ളൂ. ഈ ജിഷ്ണു എല്ലാവരും അവിടെ ചെല്ലേണ്ടി വരും. അല്ലാതെ ഇയാൾ ഒറ്റയ്ക്കൊന്നും പോകത്തൊന്നും ഇല്ലെന്നേ. പേടിച്ചു കൂറിയെന്ന് പറഞ്ഞാൽ ഒന്നാം തരം പേടിച്ചു കൂറിയാ. എന്നിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരാളെ കുറ്റവും പറയും അതിനകത്തിരുന്ന്. അവനങ്ങനെ പറഞ്ഞു, ഇവനിങ്ങനെ പറഞ്ഞില്ലേ, മറ്റേ അല്ലേ പറഞ്ഞു പറയുമ്പോൾ അവർ പറയും ഓ പണ്ടാര. അന്ന് ധനഞ്ജയാണ്ട് കുറ്റം പറയുന്നുണ്ട്. അവനാണ്ട് ചെയ്യാൻ കേസ് കൊടുക്കാൻ പോയി, നിങ്ങൾ കേസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതിപ്പോൾ കേസ് കൊടുക്കാനുള്ളൊരു സിറ്റുവേഷനിലല്ല എന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പുള്ളിക്കുണ്ട്. ഓരോരുത്തരെ പറ്റിയും പുള്ളി വീഡിയോ ഇടുന്ന ശ്രദ്ധിച്ചാൽ അറിയാം. ഇയാൾ കൂടെ എന്തെങ്കിലും കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി എല്ലാം കുറ്റം പറയാനുള്ള സർവ്വ സാധ്യതയുണ്ട്. അത് വീട്ടുകാരെ പറ്റിയും പറയുന്നുണ്ട്, ചേച്ചിയെ പറ്റി പറയുന്നുണ്ട്, ബാക്കിയുള്ളവരെ പറ്റി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ സ്ഥിരം പരിപാടിയായത്. ഇപ്പോൾ ഈ കാണുന്നതൊരു പുതിയ പരിപാടിയൊന്നുമല്ല. ഇനി മുന്നേ പറഞ്ഞിടത്തും എല്ലാം ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ആൾക്കാരെ ചുറ്റിപ്പറ്റി പുള്ളി ഓരോന്ന് പറയും തോന്നിയ പോലെ. അതൊന്നും പ്രശ്നമല്ല. ഞാൻ ഞാൻ പോണില്ല, ഞാൻ പോണൊന്നുമില്ല. വനിതാ തിയേറ്റർ ഫേമസ് ആയത് അണ്ണൻ മരുന്നുകൊണ്ടാണ്. അങ്ങനെയല്ല, ആറാട്ടെണ്ണം ഫേമസ് ആയത് വനിതാ തിയേറ്ററും ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ കുറേ അണ്ണന്മാർ വന്നപ്പോൾ വനിതാ തിയേറ്ററും ഈ അണ്ണന്മാരുടെ ഒരു കേന്ദ്രം പോലെ എല്ലാവരും പറയും. ഒരു സിനിമ റിലീസായ വനിതയിൽ കുറേ ഇതുപോലത്തെ ആൾക്കാർ വരുന്നുണ്ട്. വെളിവില്ലാത്തവന്മാരുടെ കേന്ദ്രമാണ്. ഓരോ പടം റിലീസാകുമ്പോഴും ഓരോ വാട്ടറിനെ അവിടെ ഉണ്ടാവുമെന്നോ ഏണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഓരോ ഭ്രാന്തന്മാർ വന്ന് എന്തൊക്കെ കാണിക്കുന്നത് ഓരോ ആഴ്ചയിലും ഇല്ലേ പുതിയത്. അങ്ങനെയാണത് ഫേമസ് ആകുന്നത്. അല്ലാതെ ഈ ആറാട്ടെണ്ണം എന്ന ഒരാൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആറാട്ടെണ്ണം എന്ന ഒരാൾ ഫേമസ് ആകുന്നുണ്ട്. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞ പോലെ തന്നെ പെരേര വരുന്നുണ്ട്. പെരേര വന്നപ്പോൾ പെരേര ഫേമസ് ആയി. പക്ഷെ പിന്നീടാണ് കുറേ ആൾക്കാർ വരുമ്പോൾ ഈ വനിത രീതിയിലാണ് ഇത് നടക്കുന്നത്. എപ്പോഴും വനിത ഇവിടെ നിന്ന് റിലീസ് ഡേ അവിടെ കിടന്നുകൊണ്ടൊരു അലമ്പ. അത് സിനിമാക്കാർക്ക് പ്രൊമോഷന് ഗുണം ചെയ്യുന്ന പരിപാടികളുമാണ്. അതുകൊണ്ട് അവരത് എൻ്റർടൈൻ ചെയ്യുന്നത്. അല്ല, തിയേറ്ററുകാർക്ക് അത് വലിയ ഗുണം ഉണ്ടാക്കത്തില്ല. ആ തിയേറ്ററിൽ വന്ന ആരും അങ്ങനെ പടം കാണാൻ ഒന്നും പോകുന്നില്ല. പിന്നെ ആറാട്ടനും പെരേരയും വരുന്ന സ്ഥലത്തല്ലേ സിനിമ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ ആരാ പോകുന്നത്? അങ്ങനൊന്നും ഗുണം തിയേറ്ററുകാർക്കൊന്നും ഇല്ല. തിയേറ്ററിന് പ്രത്യേകിച്ച് ഗുണമില്ല കാര്യമൊന്നും അല്ലത്. ഏത് സെലിബ്രിറ്റി കൊണ്ടാണ് വന്ന തിയേറ്റർ ഫേമസ് ആയത്? ശരി, വന്ന തിയേറ്റർ പണ്ടേ ഇല്ല. അതായത് വന്ന തിയേറ്റർ ഫേമസ് ആയപ്പോഴാണ്. നിങ്ങളുടെ വിചാരം അങ്ങനെയാണ്. ഇയാൾ അങ്ങനെയൊക്കെ വിചാരിച്ച് കളയും. ഇന്ന് പോവായിരുന്നു നോക്ക്. ഒരാഴ്ച പോകാതിരുന്ന തീരാവുന്ന പ്രശ്നം. ഒരാഴ്ചയല്ല, ഒരു വർഷം അങ്ങോട്ട് പോകത്തില്ലെന്ന് തീരുമാനിച്ച് തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതൊക്കെ. പിന്നെ ഇവൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ വനിതാ തിയേറ്റർ ഇല്ല. ഓരോ പൊട്ടത്തരം പറയുന്ന ഇതൊക്കെ എന്ത് പൊട്ടത്തരമാണ്. ഇന്ന് നാളെ ഇനി മുതൽ അടുത്ത ആഴ്ച എല്ലാം സരിതയിലോട്ട് പോകും. സരിത സംഗീത സംഗീത എല്ലാം ഷെണായിസിൽ പോയി നിങ്ങൾക്ക് പടം കാണാം. എന്തോരം തിയേറ്റർ ഉണ്ട്. ഇപ്പുറത്ത് തന്നെ ലുലു ഉണ്ട്. അതിനകത്ത് കയറിയാൽ പോരെ, അല്ലെ ഫോറത്തിൽ പോയാൽ പോരെ. ഞാൻ ഈ വനിത പോയിട്ടേ ഇല്ല സിനിമ കാണാൻ. എനിക്ക് ആ തിയേറ്ററിന് അകം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. പുറത്തൊക്കെ പോയി നിന്ന് ഇതേപോലത്തെ പരിപാടിയൊക്കെ നടക്കുന്ന ചില സമയത്തൊക്കെ അങ്ങോട്ട് പോയി കാണാറുണ്ട് ഇവരുടെ പരിപാടികൾ. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും കുറേ പടത്തിൻ്റെ ഇതിന് പോയി ചുമ്മാ ഡയലോഗ് അടിച്ചിട്ട് ഇങ്ങനെ പോരും.
അത് ഞങ്ങൾ മനഃപൂർവ്വം ചെന്ന് ചെയ്യുന്ന പരിപാടിയാണ്. അല്ലാതെ അതിനകത്ത് സിനിമ കണ്ടിട്ടേ ഇല്ല. ഞാൻ മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അവിടെ സിനിമ കണ്ടിട്ടില്ല. അവിടെ ഒന്നും പോയി കണ്ടിട്ടേ ഇല്ല. അവിടെ ബാക്കിയുള്ള ഷണൈസിൽ പോയിട്ടുണ്ട്, ലുലുവില്, ഫോറം, ഇങ്ങനെ ഇത്രയും തിയേറ്ററിലേ ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ സരിത സംഗീതയിൽ ഒരു പ്രാവശ്യം എന്തോ പോയി. സെൻട്രൽ സ്ക്വയർ മോളിൽ പോയിട്ടുണ്ട്. ഐമാക്സ് ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ, അവിടെ പോയാൽ ലാസ്റ്റ് ഇത് കണ്ടത്. എന്താ പറയുക, പിന്നെ അണ്ണൻ മുഴുവൻ സിനിമയൊന്നും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇയാൾ സിനിമ കാണാതെ അവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും. പണ്ട് എപ്പോഴും ഒന്ന് തിയേറ്റർ അറിയപ്പെട്ടതാ, പണ്ട് തിയേറ്റർ ഫേമസ് ആയതാണ്. എത്രയോ സെലിബ്രിറ്റീസ് വന്നു അവന്റെ പേര് അതുകൂടി മനസ്സിലാക്കാൻ. വനിതാ തിയേറ്ററിൽ എപ്പോഴും ഓടിക്കൊണ്ടിരുന്നെന്നോ ഒക്കെ പറയുന്നത്. പക്ഷെ ഇപ്പം അങ്ങനല്ല. അവരത് മാറ്റി റിനോവേറ്റ് ചെയ്ത് അവിടെ കുറേ എല്ലാ റിലീസ് പടങ്ങളും അവിടെ തന്നെയാണ് വരുന്നത്. അതുകൂടാതെ ഈ സെലിബ്രിറ്റീസും അവിടെ വരുന്നുണ്ട്. ഇനി ആ ഓണറും ഇവരും തമ്മിലൊക്കെ എന്താ ബന്ധം, ഇയാൾ വല്ല തിയേറ്റർ അസോസിയേഷനും വല്ല ആളാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഈ തിയേറ്ററിലാണ് ഈ സെലിബ്രിറ്റീസൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഇവന്മാരെല്ലാം അവിടെ വായും വിളിച്ച് പോയി നിൽക്കുന്നത്. ഈ അണ്ണനും ടീംസും ഒക്കെ എല്ലാം ഇങ്ങനെ ഏതെങ്കിലും സെലിബ്രിറ്റി വന്നാൽ ഇങ്ങനെ പോയി അതിന് ചുറ്റിക്കറങ്ങി നിൽക്കും, കൈ കൊടുക്കാൻ ചെല്ലും, എന്തെങ്കിലും പറയാൻ ചെല്ലും, ഇതൊക്കെ വീഡിയോ എടുത്തിടും. ഒന്ന് ആൾക്കാർ ഇവിടുത്തെ ഇതേപോലത്തെ കുറേ പൊട്ടന്മാർ ഇതൊക്കെ കണ്ട് ചിരിക്കും. ഈ ഞാൻ വെറുതെ വട്ട് കാണിക്കുന്നുണ്ട്. ഇത് എന്തോ കാണിച്ചാൽ ഇവിടെ ആരുടെ വീഡിയോ ഇങ്ങനത്തെ ഓടാത്ത? അണ്ണൻ്റെ മാത്രമല്ല, ഈ കിംബോയ്ക്കും ടൈഗറിനും ഒക്കെ നല്ലപോലെ വ്യൂസ് ഉള്ള ആൾക്കാരാണ്. ഈ പെരേര എന്തോ ഡെയിലി കണ്ടതില്ല, ഡെയിലി എന്തെങ്കിലുമൊക്കെ പറയും, എല്ലാവരും ഒന്ന് കണ്ട് രസിക്കും, ചിരിക്കും, വിടും, അത്രേ ഉള്ളൂ. അതിപ്പോൾ എവിടെ ഒന്ന് കാണിച്ചാലും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ അണ്ണനെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോയി വേറെ എവിടെ നിർത്തിയാലും അണ്ണൻ്റെ വീഡിയോ ഒക്കെ അവിടെ ചെന്ന് ഇനിയിപ്പോൾ ആ ഏരിയയിൽ നിന്നാലും കാണും. അണ്ണൻ കാരണം ഇനി വല്ല കടൽ വല്ലതും ഫേമസ് ആകുമെന്ന് അറിയത്തില്ല. ബീച്ചിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആ ചെറായി ബീച്ചിലെങ്ങാനും പോയി ഒന്ന് വീഡിയോ ഇടും, അപ്പോൾ ബീച്ച് അങ്ങ് ഫേമസ് ആവട്ടെ. എത്ര പേര് പറയണോ എത്ര സെലിബ്രിറ്റീസ് അവരുടെ പേരിലാണ് ഫേമസ് ആയത്. ആരാണ്ട് പറ്റിക്കാനായിട്ട് പറഞ്ഞു, അതും പൊക്കി പിടിച്ചു. പിന്നെ വനിതാ തിയേറ്റർ അറിയപ്പെട്ടത് ഇതുപോലത്തെ കോമാളികൾ വരുന്ന സ്ഥലമെന്ന് പറഞ്ഞുകൊണ്ട് അറിയപ്പെടലുണ്ടായിരുന്നു, അതേ ഉള്ളൂ. അല്ലാതെ അവിടെ ആറാട്ടെന്ന് പറഞ്ഞ മഹാനായ PhD സ്കോളറും മറ്റേ ഐൻസ്റ്റീനും ന്യൂട്ടനും ഒന്നും നന്നായിട്ടല്ല അറിയപ്പെടുന്നത്. കുറെ പൊട്ടന്മാർ വന്നിട്ട് വെളിവില്ലാത്തവന്മാർ കിടന്ന് എന്തൊക്കെയോ അലമ്പ് കാണിക്കുന്നു, അത് കണ്ട് ആൾക്കാർ ജീവിക്കുന്നു, അത്ര അങ്ങനെയുണ്ട്. അല്ലാതെ അവിടെ വേറെ ഒന്നും പ്രത്യേകിച്ച് നടന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സിനിമാടന്മാരൊക്കെ വരും. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തിയേറ്റർ റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പ്രൊമോഷന് പണിയെടുക്കുന്ന പിള്ളേരെല്ലാം കൂടെ കുറേ ക്യാമറയും തൂക്കി ഇവരുടെ പുറകെ നടക്കും. അതാണ് ആ തിയേറ്ററിൽ നടക്കുന്നത്. ഇയാൾ എങ്ങനെയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ വനിതയിൽ എത്തിയത്? അങ്ങനെ പറഞ്ഞാൽ ആറാട്ട് സിനിമ കാണാൻ പോയതല്ലേ, ആറാട്ട് റിലീസായെന്ന് ആറാട്ട് സിനിമ കാണാൻ പോയിട്ട് ആറാടുകയാണെന്ന് പറഞ്ഞ് കുറേ ക്യാമറകളൊന്നും അവിടെ ഉണ്ട്, അന്നേ ഉണ്ടത്. തിയേറ്റർ റെസ്പോൺസ് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇതിന് മുമ്പും ഈ ആറാട്ടെന്ന് പറഞ്ഞാൽ അവിടെ കിടന്നുകൊണ്ട് കൊണോണ പറഞ്ഞ് നടപ്പുണ്ട്. പക്ഷെ അന്ന് ഈ സാധനം എങ്ങനെയോ അങ്ങ് വൈറലായി. അതിൽ പിന്നെ ഇങ്ങനെ പറഞ്ഞ് പുള്ളി ഇപ്പോഴും ഓരോ ദിവസം ഓരോന്ന് ഒപ്പിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അലിഗേഷൻസ് ഒക്കെ ഓരോരുത്തരെ പറ്റി പറയുന്നുണ്ട്. ആൾക്കാർ ചുമ്മാ ഇങ്ങനെ കയറ്റിയും ഇതിനെ ഇങ്ങനെ ഭ്രാന്ത് കളിപ്പിച്ചൊക്കെ കമൻറ്റിലും അല്ലാതെ നേരിട്ടും വിളിച്ച് പറഞ്ഞും ഒക്കെ പൊട്ട് കളിപ്പിക്കും. അപ്പോൾ ചിലരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് മനസ്സിലാകത്തൊന്നുമില്ല, ഇത് എന്തിനാ പറയുന്നത്, ആരാ പറയുന്നത്, അതൊന്നും അറിയത്തില്ല. പെട്ടെന്ന് വയലൻ്റ് ആവും, പെട്ടെന്ന് ഇറങ്ങി ചെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. ഇതാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇയാൾ ഊഹിച്ചെന്നും പറയുന്നതല്ല പലതും. ഇയാൾക്ക് അങ്ങനെയൊന്നും അറിയത്തൊന്നുമില്ലെന്നും. ഇയാളോട് എന്തെങ്കിലുമൊക്കെ ആരെല്ലാം പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ നമ്മളാണെങ്കിലും ചില കാര്യങ്ങൾ ഇപ്പോൾ എന്നെ പറ്റിയൊക്കെ ഉള്ളൂ, അല്ല ഞാൻ വേറെ ആൾക്കാരെ പറ്റിയൊന്നും പറയാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തോ ഒരു കേസ് കേട്ടിന് ദിലീപിനെയോ അയാണ്ട് പറയാൻ ചെന്നപ്പോഴാണ് ഞാൻ ദിലീപ് സിദ്ദീഖൊക്കെ അണ്ടർവേൾഡാണ്, ദാവൂദ് ഇബ്രാഹിമുമായിട്ട് ബന്ധമുണ്ട്, അവർ വന്ന് വെടിവെച്ച് കൊല്ലുമെന്നോ ഏതാണ്ട് പറഞ്ഞു ഞാൻ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയും അത്. അയ്യോ, അങ്ങനെ ഒരു സാധനം. പിന്നെ നമ്മുടെ ഇവിടത്തേക്ക് ആരും വന്നാൽ ഞാൻ പറയും അത് ഗുണ്ടയാണെന്നും പോലീസാണെന്നും ഒക്കെ പറയുന്നേ. സൈബർ സെല്ലിലെ SP ആണ് ഇയാൾ ആണോ എന്നൊക്കെ ചോദിച്ച് വിശ്വസിച്ചിട്ട് അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറയും. ലാസ്റ്റ് പിന്നെ അവർ സങ്കടം കൊണ്ട് അവർ പറയും അല്ല ഞങ്ങൾ ചുമ്മാ പറഞ്ഞാന്നൊക്കെ പറഞ്ഞ് കളയും. അങ്ങനെ ഒത്തിരി പേരെ പറ്റിയൊക്കെ ചുമ്മാ ഓരോന്നൊക്കെ പറയും ഞങ്ങൾ. ഇയാൾ വിശ്വസിക്കും, എന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് പറയില്ല എനിക്ക് ആദ്യം അറിയാമായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവമാണ്. കഴിഞ്ഞിടയ്ക്കൊക്കെ കുറേ പേരെ പരിചയപ്പെടുത്തിയപ്പോൾ എല്ലാം പിന്നെ ഞാൻ ചില പിള്ളേരായിട്ട് വന്ന് ഞാൻ പറയും ഗേൾ ഫ്രണ്ടാന്ന് പറയും. ഉടനെ പുള്ളി പറയും ചേത്താൻ ഒത്തിരി ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാ, ചേത്തൻ്റെ ജാസിനെ വേണ്ട, ചേത്തൻ്റെ റൂപിച്ച് എനിക്ക് 2 കൊണ്ടം കിട്ടി എന്നൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗൊക്കെ അടിച്ചു. ഉടനെ ആ കൊച്ചു പറയുക എന്ത് കുഴപ്പം, അതൊരു കൊച്ചു വെച്ചാ അത് വെറുതെ പറഞ്ഞതാ. അപ്പോൾ ഇയാളിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് എന്തോ പോലെ ആവുക. എന്നിട്ട് ഇങ്ങനെ പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾ പറഞ്ഞാൽ അതും കുഴപ്പമില്ല, ഇല്ല എനിക്ക് പ്രശ്നമില്ല, അതൊന്നും നല്ല അതിനെന്താ കുഴപ്പം എന്താണെന്നൊക്കെ പറഞ്ഞ് ഇട്ട് കളിയാക്കി.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊടുത്ത് അതും പിടിച്ചുകൊണ്ട് നടക്കും കുറച്ച് പേര്. എന്നിട്ട് അടുത്ത ദിവസം വേറെ പെൺകുട്ടി പറയും ഇതും എൻ്റെ ഗേൾഫ്രണ്ടാന്ന് പറയും. അങ്ങനെ എൻ്റെ ഗേൾഫ്രണ്ട്സിനെ കണ്ട് ആറാട്ടന് മതിയായി. അങ്ങനെയൊക്കെ ഇതിനെ ഇങ്ങനെ ചുമ്മാ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ ഇവരൊന്നും പിന്നെ കാണത്തൊന്നുമില്ല ഒരിക്കലും. ഇവരൊക്കെ വല്ലപ്പോഴും വന്ന് ഒരു പ്രാവശ്യമൊക്കെ കണ്ടിട്ടുള്ളൂ ഇയാളോട്. അങ്ങനെ അവർക്ക് ദേഷ്യമൊന്നുമില്ല. പിന്നെ ആദ്യമൊക്കെ ഒരു ദേഷ്യമൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാണ് ഇങ്ങനെയാണ് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ആരും മനസ്സിലായിട്ട് വിരോധമൊന്നുമില്ല. അവർക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വിരോധമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഞാനൊക്കെ പൊട്ട് കളിപ്പിക്കുന്നതിനകത്തൊക്കെ ആൾക്കാർ പറയും വേണ്ട മോശമല്ലേ. കുറച്ചു നേരമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴേ ഇതേപോലെ ഓരോ കഥ പറയും. ഓരോരുത്തർ വന്നു കഴിയും ഇത് ഇന്ന ആളാണ്, മറ്റേ പുള്ളി എന്ന് പറഞ്ഞാൽ ഇന്ന ആൾ അനിയനാണ്, ഇയാൾ മറ്റേയാളെ പോലാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് വിശ്വസിച്ചിട്ട് ഈ നടക്കുന്നത് ഈ പുള്ളി. എന്നിട്ട് ഇതൊക്കെ വിളിച്ച് ഈ പറഞ്ഞ പ്രശ്നമുണ്ട് പുള്ളിക്ക്. പക്ഷേ ഇതേപോലെ തിരിച്ചു പറയും. നമ്മളിപ്പോൾ എന്തിനാണ് ഇടപെടുന്നത് വെച്ചാൽ ഇയാൾക്ക് ഗുണമുള്ള കാര്യമാണ് ചെയ്യുന്നത്. പക്ഷേ ഇയാൾ തിരിച്ച് മറിച്ചങ്ങ് പറഞ്ഞു കളയും. അതോടെ പരിപാടി നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ ഇയാൾ പല പ്രാവശ്യം വന്ന് വീടിൻ്റെ കാര്യം പറയണം, അത് വിൽക്കണം, എന്നെ അങ്ങനെ ചെയ്യാൻ, അത് ഫ്ലാറ്റ് എനിക്ക് വാടകയ്ക്ക് കൊടുക്കണം അല്ലേ. പിന്നെ ഞാൻ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, അതിനകത്ത് ഒരാൾ വീട് അന്വേഷിച്ചാണെന്നപ്പോൾ ഞാൻ പിന്നെ അവർക്ക് കൊടുക്കുക, ഇല്ല വേറെ ഒരാൾ 3-4 പേരെ കാണിച്ചു കൊടുത്തു. പക്ഷെ ആർക്കും ഇത് കൊടുക്കത്തില്ല. ഇയാൾക്ക് സംശയവും പേടിയും കാരണം എന്ത് ചെയ്യും, അത് അടഞ്ഞു കിടക്കുവാണ്. ഇനി ഇത് ആരെങ്കിലും എന്തെങ്കിലും ഇത് അടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. ഇയാളുടെ കയ്യിൽ ഇയാളുടെ അമ്മയും കൂടെ മരിച്ചു കഴിഞ്ഞാൽ എന്താവുമെന്നൊന്നും അറിയത്തില്ല. അവരൊക്കെ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അല്ല അതും അടിച്ചുകൊണ്ട് പോകും ആരെങ്കിലും. അവസാനം ഇയാൾ വല്ല റോഡിൽ കൂടെ ആരും കഴിഞ്ഞ് നടക്കുന്ന സീനൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത്. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ലെന്നുള്ളത് തെളിഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. ഇത് കൂടിക്കൂടി വരുക മണ്ടത്തരങ്ങൾ. കണ്ടില്ലേ എന്തൊക്കെ മണ്ടത്തരം കാണിക്കുന്നറിയോ. ഇത് രണ്ടും പിന്നെ അണ്ണന് കാണുന്ന കാര്യങ്ങളാണ് ഡെയിലി. ഡ്രഗ്സ് അടിച്ച് ഞാൻ ഈ വീഡിയോ ഇടുമല്ലോ ഇതിനെപ്പറ്റി. അപ്പോൾ ഞാനിങ്ങനെ പറയത്തില്ലേ, ഞാൻ പണ്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്, അതടിച്ചിട്ടുണ്ട്, ഇതടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വന്ന് ചോദിക്കുമോ അങ്ങനെയാണോ. പക്ഷെ ഇങ്ങേരൊന്നും ഇതൊന്നും എന്നെ ഒന്നും ആരും അങ്ങനെ അടിച്ചു വരുത്ത് കണ്ടിട്ടുള്ള ആളൊന്നും അല്ല. എത്ര കൊല്ലങ്ങളായിട്ട് എന്നെ ഒരു പെരുപ്പിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെ ഈ വെളിവില്ല എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആരും നേരിട്ടും കണ്ടിട്ടില്ല, ഒരിടത്തും കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ എനിക്കതുകൊണ്ടൊക്കെ തന്നെ പറയാനൊരു ഇതുണ്ടാവും. ചിലപ്പോൾ ഇത് ഉപയോഗിക്കാത്തത് കൊണ്ട് കള്ളും കുടിക്കുന്നില്ല, സിഗരറ്റും വലിക്കത്തില്ല. പിന്നെ വല്ലപ്പോഴും ഇടയ്ക്കൊരു മാസമൊക്കെ ചിലപ്പോൾ ഒരു വർഷത്തിൽ എനിക്ക് വലിക്കാൻ തോന്നി ഞാൻ ചിലപ്പോൾ ഒരു 1-2 സിഗരറ്റൊക്കെ വലിക്കും. അതൊക്കെ ഞാൻ എവിടെയൊക്കെ ഒന്നും വലിക്കും എനിക്ക് തോന്നിയാൽ. അല്ലാത്തപ്പോൾ ഒന്നും സിഗരറ്റ് പോലും വലിക്കാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനത്തെ വർത്താനമൊന്നും ആര് പറഞ്ഞാലും എനിക്കിതൊരു പ്രശ്നമല്ല, ഞാനും പറയും. മനസ്സിലായോ? ഗോപി സുമന്ദർ എന്താ മോഹൻലാൽ എന്ത് ചെയ്തു? ഒരുപാട് മോഹൻലാലിന്റെ ചെയ്താൻ സ്പടിക പറഞ്ഞ സിനിമയിലെ ചെയ്താൻ നേരിട്ടാണ് വന്നത്. എനിക്ക് നിന്നെ വേണ്ട, നീ എന്നെ വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്നെ വേണ്ടെന്ന് പറയുന്നത് എന്നെ വല്ല പ്രേമബന്ധോ. അയ്യോ, ഞാനിങ്ങനെ എല്ലാവരോടും ഇടപെടുന്നതാണ്. അത് ഇവനോടും അങ്ങനെയൊക്കെ തന്നെ ഇടപെടുന്നുള്ളൂ. വേറെ ഒരാൾ ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വലിയ മോശപ്പെട്ട ഇടപെടലിൽ ഇടപെടാറില്ല. എല്ലാവരും വീണ്ടും പോവും. അത് ആറാട്ടെണ്ണ കൂടുതൽ ഇങ്ങോട്ട് വരുന്നു. ഇയാളെ വിളിച്ചും ഇങ്ങനെ നമ്മൾ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. ഒരിടയ്ക്ക് ഇവിടെ വന്ന് കൊട്ട് അതേ കൊട്ടി പിന്നെ ലാസ്റ്റ് ഞാൻ ഫോണ് സൈലൻ്റ് ആക്കും. കാരണം ഉറങ്ങാൻ പറ്റത്തില്ല. രാവിലെ 7 മണിക്ക് 6 മണിക്കൊക്കെ, ഞാൻ ചിലപ്പോൾ 2 മണിക്കൊക്കെ ഉറങ്ങുന്ന ദിവസം ചിലപ്പോൾ ഒരു 8-9 മണിയാവും എഴുന്നേക്കാൻ. അപ്പോൾ ഇയാൾ വന്ന് 6 മണിക്ക് വിളിച്ച് കഴിഞ്ഞാലോ കഥയെ കൊട്ടലും ബഹളം. എന്നിട്ട് ഇവിടുത്തെ കെയർ ടേക്കറൊക്കെ പുള്ളിയെ പേടിപ്പിച്ച് ഓടിച്ചു. ഒരു ദിവസം പല പ്രാവശ്യമായിട്ട് ഇതിനകത്തോട് കറങ്ങുന്ന കണ്ടപ്പോൾ ആരാണ്ട് പേടിപ്പിച്ച് ഇനി ഇവിടെ കയറി വന്ന് അടിക്കുമെന്ന് കണ്ട് പറഞ്ഞപ്പോൾ പോയി. എന്നിട്ട് ഇവിടെ ഉള്ളവർ ചൂടാവുകയൊക്കെ ചെയ്ത് ഇയാളോട് ഈ കൊട്ടും ബഹളവും കാരണം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അപ്പുറത്തൊക്കെ ഇരിക്കുമ്പോൾ അവരിറങ്ങി വന്ന് നോക്കും, എന്നാന്ന് ചോദിക്കും. എന്നാൽ ഇവിടെ ആളില്ല എന്ന് ചോദിക്കും. ഇവിടെ ആളില്ലേ പോരുതോ, എന്തിനെ കൊട്ടുന്നതെന്നൊക്കെ ചോദിച്ച് ഇവർ ചൂടാവുകയൊക്കെ ചെയ്യും ഇയാളോട്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഇയാളെ ഹാൻഡിൽ ചെയ്യല്. ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല, കണ്ടു കെട്ടി അങ്ങനെ. ഇത് ഇവിടെ പിന്നെ നിർത്തിച്ച് വരവ്. പിന്നെ ലാസ്റ്റിൽ ഇതുപോലെ വീഡിയോ എടുക്കാൻ വന്ന് ലാസ്റ്റ് പ്രാവശ്യം വന്നിട്ട് പോകുന്നില്ല. ഞങ്ങൾ ഇറങ്ങാൻ നിന്നിട്ടും കിടക്കുക, എഴുന്നേൽക്കുന്നില്ല. ഞാൻ പിന്നെ വെള്ളമൊക്കെ ചീറ്റിച്ചത് അകത്തോട്ട്. അപ്പോഴും കിടക്കുക, എഴുന്നേൽക്കത്തില്ല ഇയാൾ. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഞങ്ങൾ ഇറങ്ങി പോവാം, ഇവിടെ കയറി ഇങ്ങനെ കിടക്കാതെ നമുക്ക് പോകണ്ടേ എന്നെന്നും പറഞ്ഞ പുള്ളി കേൾക്കത്തില്ല. അന്ന് വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ചാലെന്ന് വിചാരിച്ചു. പിന്നെ ബെഡേലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്പ്രേ അടിച്ച് ഇതിനെ. അപ്പോഴും എഴുന്നേൽക്കുന്നില്ല, അവിടെ ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇനി ഇതിനകത്തോടെ കയറ്റുന്നില്ല. കാരണം ഇവിടെ ഒരു ശല്യം പോലെ.
വന്നു കഴിഞ്ഞാൽ പോകാതിരുന്നതിന് എന്ത് ചെയ്യും? ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാവരും ഏതെങ്കിലും വീട്ടിൽ ചെന്നുകൊണ്ട് കാട്ടിലേക്ക് കയറിയും കിടക്കുമോ എല്ലാവരും? എനിക്കറിയത്തില്ല. അത് അങ്ങനെ അങ്ങ് കിടക്കുന്നത് കുഴപ്പമൊന്നുമല്ല. പക്ഷെ ഇയാളെ ഇച്ചിരി അലമ്പ. ഇയാള് പിന്നെ നമ്മൾ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരിടത്ത് നിന്നിട്ട് വീട്ടിൽ നിന്നുള്ളവർ ഇറങ്ങുവാണെങ്കിൽ ഇറങ്ങണ്ടേ? ഇതിന് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അപ്പം ഇനി ഇങ്ങോട്ട് വരുത്തണമെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരുത്തത്തില്ല. പുറത്തൊക്കെ വെച്ച് കണ്ടു. അത് ഇനി എന്നെ കണ്ടിട്ടില്ല. പുറത്ത് ലുലുലൊക്കെ ചുമ്മാ പൊട്ട വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കും. മറ്റേ പരിപാടിക്കൊന്നും ഇനി കൊണ്ടുവരത്തൊന്നുമില്ല. പോഡകാസ്റ്റൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങളല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് സംസാരിക്കാനാണേലും. ഇയാൾ വന്നാലും ഇയാൾ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓളം ഇടയ്ക്ക് രസത്തിന് കൊള്ളാം. ഒരു 5 വീഡിയോ നമ്മളിടുമ്പോൾ ഒരു വീഡിയോ പുള്ളി എഴുതി കഴിഞ്ഞാൽ ഒരു ഓളമൊക്കെ ഉണ്ട്. ചുമ്മാ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. മോഹൻലാൽ എന്തോ പറഞ്ഞാലും മോഹൻലാൽ അങ്ങനെയാ ഏതോ പടങ്ങളൊക്കെ പറഞ്ഞ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 3 പ്രാവശ്യം ഇവിടെ വന്നിരുന്നപ്പോൾ ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കളിയാക്കും ഇങ്ങനെ, ഇത് തന്നെ പറയുന്നത്, ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആളോ അതൊന്ന് പറഞ്ഞോ, എന്നാൽ പിന്നെ വേറെ പറയാന്നൊക്കെ പറയും. എന്നെ ഫോൺ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. 100 പ്രാവശ്യം വിളിക്കും. അതിനകത്ത് വല്ലപ്പോഴും ഒക്കെ എടുക്കാറുള്ളൂ. ഇയാളെല്ലാവരും ഇങ്ങനെയാണ്, വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കട്ടും ചെയ്യും. അതാണ് പുള്ളിയുടെ സ്വഭാവം. ആരോടൊന്നും സംസാരിക്കത്തൊന്നുമില്ല. നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല. ഇങ്ങോട്ട് പറയുന്നു കട്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് പറയുന്നു കട്ട് ചെയ്യുന്നു. അതാണ് എല്ലാവർക്കും അറിയാവുന്ന, വിളിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇതിനെപ്പറ്റി. അതല്ലേ ഞാൻ പറയാറില്ല. എനിക്ക് നല്ല മനുഷ്യനാവാൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇറങ്ങിയ ആളൊന്നും അല്ലേ. അപ്പോൾ അതും തെക്കനെ കണ്ടാൽ തല്ലി കൊല്ലണോ പാമ്പിനെ കൊല്ലണോ വേണ്ടൊക്കെ പറഞ്ഞേക്കാം. ഒരു മത്സരത്തിൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ കേസിൽ നമ്മൾ ആരോടും പോയി ചോദിച്ചാൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നേരത്തെ എന്താ പറഞ്ഞേ, അയാൾക്ക് അഡ്വക്കേറ്റിനെ ഉണ്ടാക്കാൻ പോയി, ഈ പറഞ്ഞ പെരേര അഡ്വക്കേറ്റിനെ ഉണ്ടാക്കാൻ പോയിട്ട് എന്തോ പൈസ അടിച്ചു മാറ്റാൻ നോക്കിയവരായില്ലേ നമ്മള്. അപ്പോൾ ഈ സാധനം ഇയാളല്ലാതെ തന്നെ പലയിടത്തും പറയുന്നുണ്ടിരുന്നു. നമ്മളിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ തുടക്കം വർത്താനം പറയും. അപ്പം അതോടെ പിന്നെ നമ്മൾ ഈ ഏരിയ വിട്ടു. ഇനി ഇയാളായിട്ടുള്ള കേസ് കേട്ടൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല, മനസ്സിലായോ? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ ഇടപെട്ടു. ഇപ്പം ഇതിനകത്ത് ഇനി കയറ്റി വെച്ചെന്ന് വിചാരിച്ചു. ഇയാൾ ഫീസ് കൊടുക്കാൻ പറഞ്ഞാൽ പറയും അത് കൂടുതലാ. നമ്മളെല്ലാം ഇതേ ഫീസ് കൊടുത്താൽ ഓരോരുത്തരെ കൊണ്ട് ഇപ്പോൾ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങ് ഫ്രീ ആയിട്ട് ചെയ്ത് തരണമെന്ന് നടക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് അഡ്വക്കേറ്റ്സ്, ഈ പറഞ്ഞവർ എൻ്റെ കേസോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായി ഇടപെടുന്നതൊക്കെ. പിന്നെ പുറത്തവർ മേടിക്കുന്ന ആ ഫീസൊന്നും മേടിക്കത്തില്ല. പക്ഷെ എന്നാലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് അതല്ലേ. അല്ലാതെ ഇപ്പോൾ കൂട്ടുകാരാ പരിചയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അങ്ങ് ഫ്രീ ആയിട്ട് നടക്കും, ഇല്ല. അപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ശേഷിയൊന്നും ഇല്ല. അപ്പോഴാണ് ഇതേപോലത്തെ വർത്താനം പറയുന്നത്. പറ്റിക്കാൻ നോക്കി. ഇയാൾക്കല്ലേൽ ഈ എവിടെയെങ്കിലും പോയിക്കോ, എന്തിനാ ഇങ്ങോട്ട് വരുന്നേ, മനസ്സിലായില്ല. അത് പറ്റാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും കുറച്ച് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇയാൾക്ക് ഇത്രയും പൈസ ആക്കരുത്. അത് നമ്മൾ കൂട്ടുകാരൊക്കെ തന്നെ അവരങ്ങനെ ചെയ്യത്തുള്ളൂ. പക്ഷേ അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലല്ലോ. അപ്പോൾ എന്ത് പറ്റും, ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ ഇപ്പം നമ്മൾ കൈ ഒഴിഞ്ഞേക്കോ. ഒരു രീതിയിലും ഇയാൾ വിചാരം ഇയാൾ ഈ ആരുടെ കേസിൽ ഇയാൾ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഗുണമുണ്ടെന്ന്. എനിക്കൊരു ഗുണവും ഇല്ല. ഇയാളെ കൊണ്ട് ഒരു പ്രയോജനം നമുക്കില്ല കേസുമായിട്ട് ബന്ധപ്പെട്ട്. ഇയാളെ ഒന്ന് ഊരിയെടുക്കണം, അത്രേ ഉള്ളൂ. ഇയാൾ വെറുതെ അതിനകത്തൊന്നും പെടേണ്ട കാര്യമൊന്നും ഇല്ല. മറ്റവനെ ഭ്രാന്ത് കളകി ഇവിടെയൊക്കെ അയാളെ വിളിച്ചുകൊണ്ട് വന്ന് ആ പാവത്തിന് അതിനകത്ത് പെടുത്തിയേക്കും. അയാൾ 2ാം പ്രതി നോക്കിയപ്പോൾ അണ്ണനെ ഭവനവേദനവും വധഭീഷണിയൊക്കെയുള്ള കേസ്, ബലാത്സംഗ കേസ്, ഇനി വേറൊരു കേസുകളൊക്കെ ചിലപ്പോൾ ഇയാൾക്ക് കാപ്പ് കിട്ടും നിയമപരമായിട്ട്. എല്ലാത്തിലും 1ാം പ്രതിയും 2ാം പ്രതിയൊക്കെയാണ്. അപ്പോൾ അല്ല, മറ്റേ ബലാത്സംഗ കേസിൽ അത്രയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അണ്ണൻ്റെ എല്ലാത്തിലും 2ലൊക്കെ പെടുന്ന പുള്ളി. എന്നാൽ ഇതുമായിട്ടൊന്നൊരു ബന്ധമില്ല, ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ബാലനോട് വന്നു, ഞാൻ എന്തോ ചെയ്യാനാന്നൊക്കെ പറഞ്ഞ് നിന്ന പാർട്ടി ചെയ്ത്. ഇനിയിപ്പോൾ ബാലയുടെ അഡ്വക്കേറ്റ് എന്തോ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല ഇയാളെ വെച്ചിട്ട്. അവന് അങ്ങനെ ഉണ്ടാകുന്നതിന് ഈ പറഞ്ഞ ആൾക്കൊരു അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്യണമെന്ന് ഇവനെ കൊണ്ട് വന്നത് അവനെ ആശ്രദിക്കുക. അതൊന്നും ആരും അറിഞ്ഞു പോലും ഇല്ല. ഇവന് സമൻസ് വന്നു. അവസാനം നമ്മൾ പോയി. അന്ന് ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ലാന്ന്. പിന്നെ ഞാൻ വേറെ അഡ്വക്കേറ്റിനോട് വിളിച്ച് ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പോലെ ചെയ്തു. ഇനിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തോ ചെയ്യേണ്ടതെന്നൊക്കെ. അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആരെയും ഈ കേസ് ഏൽപ്പിക്കലോ ഒന്നും പറ്റത്തില്ല. കാരണം ഇയാൾ വേണേൽ ആ വക്കീലിനെ പിന്നെ തെറി വിളിക്കും, മനസ്സിലായി. അവൾ കള്ളിയാണ്, അവൻ കള്ളനാണ്, എൻ്റെ ഒരുപാട് പൈസ മേടിച്ചു. മറ്റേ വക്കീൽ പൈസ മേടിച്ചെന്നാണ് പറയുന്നത്. 1 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയെന്നൊക്കെ ഏതോ വക്കീലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ എന്നൊന്നും അറിയത്തില്ല.
കാരണം അന്ന് ബലാത്സംഗ കേസ് വന്നപ്പോൾ ഒളിച്ചോടുകയോ അല്ല ഒളിവിൽ പോവുകയൊക്കെ ചെയ്താണ്. അന്ന് ഏതോ ഒരു അഡ്വക്കേറ്റ് വന്ന് 1 ലക്ഷം രൂപ കൊണ്ട് മേടിച്ചുകൊണ്ട് പോയിരുന്നു ഇതിന്. അതിന് ആ സംഭവത്തിന് ഇടയിൽ ഒരു ഗ്യാപ്പിൽ ആരാന്ന് അറിയത്തില്ല, കസിൻ പറ്റിച്ചതാണോ അഡ്വക്കേറ്റ് പറ്റിച്ചതാണോ എന്ന് അറിയത്തില്ല. പക്ഷെ പുള്ളിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടെന്ന് പിന്നെ പറയുന്നത് കേട്ടു. നമ്മൾ കണ്ടിട്ടില്ല, അറിയത്തില്ല. എന്നാൽ ഞങ്ങൾ ഒരു ദിവസം മൊത്തം ഇതിനു വേണ്ടി അവിടെ പോയി നിന്നതാ, അന്നത്തെ ദിവസം തന്നെ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ജാമ്യം എടുക്കണമല്ലോ, അതിൻ്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പരിപാടി ചെയ്തത്. പക്ഷേ അതൊന്നും പുള്ളി നിൽക്കുന്നില്ല, പുള്ളിയെ കാണത്തില്ല. ഇതിന് ഇറങ്ങി തിരിച്ച് അഡ്വക്കേറ്റിന് വട്ട് പിടിക്കും. മനസ്സിലായോ? ഇപ്പോൾ ബസൂക്കയുടെ സെറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ താഴെ എങ്ങാണ്ട് വന്ന് നിന്നെന്നാണ് പറയുന്നത്. ഇവിടെ എങ്ങാണ്ടൊക്കെ വന്ന് തപ്പിയെന്ന് ആരാണ്ട് എന്നോട് പറഞ്ഞു. അവൻ്റെ ഫ്രണ്ട്സാണ്, അവർ വിളിച്ച് നോക്കിയിട്ട് കാണുന്നില്ല, നിങ്ങളൊന്ന് വിളി, അല്ലെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ച് നടക്കുക. അതുപോലെ തന്നെയാണ് ഒമർ ലുലു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞതെന്ന് പുള്ളിയോട്, ഇയാൾ ഇങ്ങനെയൊക്കെയുള്ള ആളാണ്, ശ്രദ്ധിച്ച് ഡീൽ ചെയ്യണം. അവസാനം എന്താ, പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ പ്രശ്നമായി, നെഗറ്റീവ് റിവ്യൂ. അതിപ്പോൾ എന്താ, അയാൾക്ക് അതൊക്കെ അതിൻ്റെ പരിപാടി അങ്ങനെ നടന്നോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതാണ് പ്രശ്നം, മൊത്തത്തിൽ കുഴപ്പമാ. അത് പുറത്തുള്ളവർക്ക് അറിയത്തില്ല, കൂടുതൽ ഡീറ്റെയിൽ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ഇയാളെ പറ്റി. ഇയാൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇതിനകത്ത് എന്തോ ഒരു ചെറിയ ഈ സ്ഥിരതയില്ലായ്മയുണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ ഞാൻ കാണത്തുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇയാളെ എന്തെങ്കിലും ഓൺലൈൻ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീഡിയോ ഇടാനൊക്കെ നിൽക്കത്തുള്ളൂ, അല്ല അതിൻ്റെ പുറകെ പോകാൻ നിർത്തി. കാരണം ഇതിൻ്റെ പുറകെ ഇതിനെയും കൊണ്ട് നടന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ പോകണം. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു ദിവസം കുറേ കുത്തിയിരിക്കേണ്ടി വന്നു. ഇയാളെ വിളിപ്പിച്ചു, ഇയാൾ പോകുന്നില്ല, ഇയാളെ കൊണ്ടുപോകണ്ടേ. ആരും കൂടെ പോകാതെ പുള്ളി ഇങ്ങനെ പോകത്തില്ല. അതുകൊണ്ട് അവിടെ പോയി കുറേ നേരം ഇരിക്കേണ്ടി വന്നു. മറ്റേ ആ ലുലുമോളിൽ തന്നെ ഉണ്ടായപ്പോൾ അതിന് പോകേണ്ടി വന്നു. അവിടെ പോയി നിൽക്കുക. നമ്മളെന്തിനൊക്കെ പോകുന്നത്, എനിക്കെന്ത് വേറെ പണിയൊന്നുമില്ലേ. അത് ശരിയാകുന്നില്ല. കാരണം പോട്ടെ, നമ്മൾ പോയത് പോയി, ആരും ഒന്നും എനിക്ക് ഈ പറഞ്ഞാൽ ആരും നമ്മളെ എന്താ പറയണ്ടേ, ഇങ്ങോട്ട് വന്നിട്ട് സൂപ്പറായിരുന്നു, നല്ല കാര്യം, എൻ്റെ കൂടെ വന്നല്ലോ, അതൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല. പക്ഷെ തിരിച്ച് പറയുമ്പോൾ നമുക്ക് അത് അത്ര എടുക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിലായി. ഇപ്പോൾ ഇയാളോട് എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ തന്നെ ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പുള്ളി തിരിച്ചു പറയും. ഇപ്പം മമ്മൂക്കയുടെ മോനൊക്കെ വന്ന ദിവസം ഇയാളെ ശരിക്കും പറഞ്ഞാൽ പറ്റിക്കുക. എന്നാൽ ബ്രൈറ്റൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ കിടന്ന് ഒരു ടിപ്പ് ഇരട്ടിയപ്പോഴാണ് എനിക്ക് ദേഷ്യം കയറി. ഞാൻ ചെന്നപ്പോഴത്തേന് ഇവന്മാർ പോവുകയും ചെയ്തു, അത് നിന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി അത് തിരിച്ചു പറയും. അവരോട് എനിക്ക് അവരെ എല്ലാം വെറുപ്പിച്ചു, അതാ ഇതാ മറ്റേ മറിച്ച എനിക്ക് അങ്ങനെ ചെയ്യേണ്ടതാണെന്നു, അവരും അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും മറിച്ചും ഒക്കെ പറയുമെന്നേ. അപ്പം അതുകൊണ്ട് ഇനി ഈ കേസ് ഇങ്ങനെ എടുക്കത്തില്ല. ഒരിടത്തും നമ്മൾ പോകാൻ ഇനി നിർത്തുമായി പരിപാടി. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം കുറേ ആൾക്കാരെ ഫോൺ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അത് പല നടന്മാരെയും നടികളെയും ആ സിദ്ദിഖിൻ്റെ മോനെയൊക്കെ ആയിട്ട് വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത്, ഇനി അവർ വിചാരിക്കത്തില്ല നമ്മളിവന് ഈ പറഞ്ഞത് ഞാൻ പറയിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കാര്യമൊക്കെ ഇല്ലേ, ഈ പറഞ്ഞ 3500 എന്താ ബോഡി കൗണ്ട്, തിരുവനന്തപുരത്ത് പെണ്ണുങ്ങൾ കാസിനോവയാണ്, ഇങ്ങനത്തെ സാധനമൊക്കെ അവനോട് ഞാൻ തന്നെ പറഞ്ഞു വിടുന്നതാ. അപ്പോൾ അതുപോലെ വല്ലതും ചെയ്യിക്കുവാണോ ഒരു സംശയം തോന്നത്തില്ല ആളുകൾക്ക്. എനിക്കെന്തിനാ ഇവരോടൊക്കെ ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇയാൾ വേണമെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ടാണോ അയാളോട് പറയുന്നത് എങ്ങനെ അറിയും? അത് ഇയാൾ തന്നെ പറയും, അവർ പറഞ്ഞു, ഇപ്പം പറഞ്ഞില്ലേ സിദ്ദിഖിന് അതുപോലെയൊക്കെ ബന്ധമാണ്, ഏതാ ദിലീപും സിദ്ദിഖും ഒക്കെ അണ്ടർവേൾഡ് ഡോണാന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. അതൊക്കെ ചുമ്മാ പറയുന്ന, അത് പിന്നെ വലിയ വിഷയമല്ല. ഇതൊക്കെ കേട്ടാലും എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അവരെ പറ്റി ഒന്നും പറഞ്ഞേക്കരുതെന്ന് നേരത്തെ ഒരു പ്രാവശ്യം എന്തോ ഒരു കാര്യത്തിന് വന്ന് പറഞ്ഞ അപ്പോൾ അത് വിശ്വസിച്ച് കുറച്ചാൾ നടന്നു. അങ്ങനെ ഏതാണ്ട് വീഡിയോ ഇടാൻ ഇറങ്ങിയപ്പോൾ ചുമ്മാ വർത്താനം പറഞ്ഞ കാര്യമാണ്. പുള്ളി അത് ഏറ്റെടുത്താ ഈ കാണുന്നത്. അത് ഇപ്പോഴും പറഞ്ഞ് നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ വേറെന്ത് പറഞ്ഞേ, മോഹൻലാലിൻ്റെ കേസ് അന്ന് എന്തോ മുണ്ടക്കയിൽ പ്രശ്നം ഉണ്ടായപ്പോഴും പറയുന്നുണ്ടാകുന്നു, ഇവിടെ ഒന്നുകൊണ്ട് മോഹൻലാൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല, അതല്ലേ എന്നൊക്കെ പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുമോ അതുവഴി. ഇപ്പോഴും പറയുന്നുണ്ടായിരുന്നു മോഹൻലാൽ. അപ്പോൾ ഈ കേസ് കിട്ടി ഇങ്ങനെയാ, ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇളകിയിരിക്കുക. എന്താ പറയുന്നതെന്നോ എന്തോ ചെയ്യുന്നതെന്നോ ഒരു പിടിയില്ല. പിന്നെ ഈ പലരോടും ചെന്നിട്ട് ഈ ആത്മഹത്യാ ഭീഷണി അതും നടക്കുന്നുണ്ട്. അതൊന്നും ഇനി എന്നോടൊന്ന് പറയാനുള്ള ഫോണിലോ നേരിട്ടോ പറയാനുള്ള അവസരം ഇനി അയക്ക് കൊടുക്കത്തില്ല. കാരണം അത് പറ്റത്തില്ല, നമ്മളൊന്നും വിചാരിച്ചാൽ നിൽക്കുന്ന ഏരിയ അല്ല. ഇനി വല്ല ആവശ്യമുണ്ടെങ്കിൽ പുള്ളി തന്നെ വല്ല ഹോസ്പിറ്റലിൽ പോയി കാണുമോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. അല്ലാതെ സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്ന സംഭവം ഒന്നും നിൽക്കുന്ന ഒരു സ്ഥലമല്ല ഇത്. അത് ആ കുറേ നാളുണ്ടാകുന്ന കുഴപ്പമില്ലാതെ വലിയ ശല്യമൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ വയലൻ്റ് ആയിട്ടുണ്ട്. ദേഷ്യം, ഭയങ്കര ദേഷ്യം, എല്ലായിടത്തും എല്ലാവരോടും അങ്ങ് ദേഷ്യം. നമ്പർ അറിയാവുന്നവരെല്ലാം വിളിച്ചിട്ട് ദേഷ്യപ്പെടുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
ഇത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ മാത്രമല്ല, വേറെ പലയിടത്തും ദേഷ്യപ്പെടലും തെറിവിളിയും ഭയങ്കര കച്ചറയൊക്കെ കാണിച്ചപ്പോഴാണ് ഈ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി മുമ്പ് എപ്പോഴും നമ്മൾ കൂടെ നടക്കുന്നതല്ലേ, അപ്പോൾ എല്ലാവരും വിചാരിക്കത്തില്ലേ ഇനിയിപ്പോൾ എന്താ പെട്ടെന്ന് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതുകൊണ്ടാണ്, ഇത് കുറേ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അല്ലേ പിന്നെ ഇനിയിപ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ വിചാരിച്ചാലേ വല്ലതും നടക്കത്തുള്ളൂ. കാരണം നമുക്ക് ഇയാളെ പിടിച്ചുകൊണ്ട് എങ്ങോട്ടും പോകാനൊന്നും പറ്റത്തില്ല, അല്ലെ വീട്ടിൽ പിടിച്ചിടാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഒന്നും പറ്റത്തില്ല. അപ്പോൾ പിന്നെ പുറത്തുള്ള കമ്പനിയും പരിപാടിയൊക്കെ നിർത്തി, അത്രയും.